പിന്നെ അന്ന് രാത്രി ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഉറക്കത്തിൽ ഞാൻ എഴുന്നേറ്റ് പോയി എനിക്ക് ഈ ലഡു അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പം ഞാൻ ബാക്കിൽ കിടന്നുറങ്ങാം. ഡാഡിയും മമ്മി നടുവിലെ സീറ്റിൽ, ഫ്രണ്ടിൽ അനിയനും ഡ്രൈവറും. അപ്പോൾ ഉറക്കത്തിൽ ഞാൻ 2 പ്രാവശ്യം എഴുന്നേറ്റപ്പോൾ ഡാഡി അപ്പോൾ തന്നെ എനിക്ക് ബിസ്ക്കറ്റ് എടുത്തു തന്നു. ഞാൻ ചോദിക്കുന്നതിന് മുന്നേ ബിസ്ക്കറ്റ് എപ്പോഴും ഉണ്ടാവും കയ്യിൽ. അങ്ങനെ 2 പ്രാവശ്യം എനിക്ക് എടുത്തു തന്നു. അപ്പോൾ ഈ കാഴ്ചയിൽ അവിടുന്ന് ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ ലൈറ്റ്, അതിൽ ഡാഡിയുടെ ഒരു തലയുടെ ഒരു ഇമേജ് ഉണ്ട് എനിക്ക്. നോക്കാതെ അങ്ങനെ ബിസ്ക്കറ്റ് എടുത്തു തന്നു. ഡാഡി ഇങ്ങനെ മുന്നോട്ട് നോക്കിയിരിക്കുന്നു. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഓൾറെഡി വണ്ടി ഇടിച്ച് കിടക്കുന്നുണ്ട്. അപ്പം തന്നെ ആയിരിക്കില്ല, എനിക്ക് ഓർമ്മ വരുമ്പോൾ അതായത് എൻ്റെ കൈ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ട്. മമ്മി ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അനിയനും അവരാണ് നമ്മളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ ഡാഡീനെ പറ്റി പക്ഷെ ഡാഡിയുടെ നെക്കൊന്നും കാണും. ഡാഡി ആ നടുവിലെ സീറ്റിൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഡാഡിയുടെ ഇവിടെ മുറിഞ്ഞിട്ടുണ്ട്. ബ്ലഡൊന്നും വരുന്നില്ല, ഒരു മുറിവുണ്ട്, അത് മാത്രമല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വിളിച്ചിട്ട് ഡാഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഡാഡി 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 വിളിക്കുന്നുണ്ട്. ഡാഡി മാത്രമാണ് പിന്നെ അവിടെ നിന്ന് കണ്ണ് തുറക്കാത്തത്. അപ്പോൾ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഹോസ്പിറ്റലൊക്കെ തുടങ്ങണമല്ലോ അവിടുത്തെ ആ ധർമ്മപുരി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ. സാധാരണ നമ്മുടെ ഇവിടുത്തെ പോലെ വളരെ നല്ല ഹോസ്പിറ്റലുകളൊന്നുമല്ല, ആരും എത്തിയിട്ടൊന്നുമില്ല. അവിടുത്തെ വിളിക്കും ഡാഡി പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല, മരിച്ചു എന്നുള്ളത് ഉറപ്പാക്കി. അപ്പം ഞാൻ ഡാഡിയുടെ ബോഡിയോടെ കിടത്തിട്ട് ഡാഡി സോറി ഡാഡി, ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചതെന്നുള്ള എനിക്ക് തോന്നില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്തു, എൻ്റെ യാത്ര അല്ല, ഇത് എന്തായാലും എല്ലാവർക്കും സംഭവിക്കാനുള്ളത്.